നമസ്കാരം. പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് അസമിലും കേരളത്തിലും ഉത്തർപ്രദേശിലും ഉൾപ്പെടെ പൗരത്വ ഭേദഗതി നിയമത്തോടനുബന്ധിച്ചുകൊണ്ട് പല സമരങ്ങളും ഇതിനോടകം അരങ്ങേറി കഴിഞ്ഞിട്ടുണ്ട്, പല പ്രതിഷേധങ്ങളും അരങ്ങേറി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു ആഘോഷമാക്കി മാറ്റിയ മറ്റൊരു വിഭാഗമുണ്ട്. മറ്റെങ്ങുമല്ല, പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ മറ്റുവ കമ്മ്യൂണിറ്റിയിലെ ഒരു വിഭാഗം പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നത് തങ്ങളുടെ 2ാം സ്വാതന്ത്ര്യ ദിനം എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗാനാസിലെ താക്കൂർ നഗറിൽ ഈ വിഭാഗം വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുമുണ്ട്. വിഭജന കാലത്തും ബംഗ്ലാദേശ് രൂപീകരണത്തിന് ശേഷവും ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദുക്കളാണ്, ഈ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദുക്കളാണ് മത്തുവാസ് എന്ന് പറയുന്നത്. മത്തുവാസ് സമുദായത്തിലെ അംഗങ്ങൾ ഡ്രമ്മ് കൊട്ടിയും പരസ്പരം മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ടുമാണ് ഈ ചടങ്ങ് ആഘോഷിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രാദേശിക എംപിയും കേന്ദ്രമന്ത്രിയുമായ സാന്തനു താക്കൂർ എന്നിവരോട് ഇവർ നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒടുവിൽ പൗരത്വം ലഭിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞങ്ങളുടെ 2ാം സ്വാതന്ത്ര്യ ദിനമാണ് എന്ന് തന്നെയാണ് ഈ മതുവ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ ഏകദേശം 30 ലക്ഷത്തോളം മതുവ വിഭാഗമുണ്ട്. ഇതിലേറിയ പങ്കുമുള്ളത് 4 ജില്ലകളിലാണ്. ഈ 4 ജില്ലകൾ എന്ന് പറയുന്നത് നദിയ, കുച്ച് ബിഹാർ, നോർത്ത് പർഗാനാസ്, അതിനോടൊപ്പം സൗത്ത് പർഗാനാസ്. ഈ 4 ജില്ലകളിലുമായാണ് ഈ വിഭാഗം ഏറ്റവും കൂടുതലായി വ്യാപിച്ചു കിടക്കുന്നത്. എന്തായാലും ഈ 4 ജില്ലകളിലായി 33 നിയമസഭാ സീറ്റുകളും 8 ലോക്സഭാ സീറ്റുകളുമുണ്ട്. ഇത് വരുന്നത് തെക്കൻ ബംഗാളാണ് താനും. നമുക്കറിയാം, തെക്കൻ ബംഗാൾ എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജിയുടെ വലിയ കോട്ട തന്നെയാണ്. ഇവിടെ നിന്നുള്ള വോട്ട് കൊണ്ട് തന്നെയാണ് മമതാ ബാനർജി പലപ്പോഴും അവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇവിടേക്കാണ് ഇപ്പോൾ BJP കടന്നു വന്നിരിക്കുന്നത്. BJPക്ക് അവിടെ വലിയ അംഗീകാരം ലഭിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പശ്ചിമ ബംഗാളിന്റെ വരുംകാല രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കെൽപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, ഇതിനോടകം തന്നെ പശ്ചിമ ബംഗാളിൽ ഈ മതുവ കമ്മ്യൂണിറ്റി ഈ പൗരത്വ ഭേദഗതി നിയമത്തെ അംഗീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. ഈ മതുവകൾ മാത്രമല്ല, മറിച്ച് കശ്മീരിലുള്ള പഹാരികൾ, വിവിധ ഗോത്ര വിഭാഗങ്ങൾ, ഇവരൊക്കെയും ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിന് കേന്ദ്രത്തോടും BJP ഭരണകൂടത്തോടുമൊക്കെ നന്ദി അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെ മോദി ദൈവമാണ് എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ, പ്രത്യേകിച്ചും ഈ മതുവ കമ്മ്യൂണിറ്റി പറയുമ്പോൾ, ഇങ്ങ് തെക്കേ ഇന്ത്യയിൽ ഉൾപ്പെടെ മോദി വീണ്ടും സ്വേച്ഛാധിപതിയായിരിക്കുന്നു. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരിക്കുന്നു. ഒരേ കാര്യത്തെ തന്നെ അത് അനുഭവിക്കുന്ന ആളുകളും അത് പുറമേ നിന്ന് നോക്കിക്കണ്ട് അഭിപ്രായം പറയുന്ന ആളുകളും എങ്ങനെയാണ് കാണുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമായി കൂടി നമുക്കിതിനെ കാണാൻ സാധിക്കും. എന്തായാലും താക്കൂർ നഗറിൽ തുടങ്ങിയ ആഘോഷങ്ങൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. അവിടെ ഇപ്പോഴും വലിയ ആഘോഷ പരിപാടികൾ തന്നെയാണ് മതുവകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.